പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ ഇപ്പോഴും ഇരകളോടൊപ്പം അല്ല, അവർ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് സർക്കാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വിചാരണ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 7.5 വർഷമായിട്ടും ഇത് നീണ്ടു പോവുകയാണ്. അതാണ് ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യം കൂടി അറിയണം. അപ്പോൾ നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത്, ഇങ്ങനെ നീണ്ടുപോകുന്നത്? ഒരു കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ 7.5 കൊല്ലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള വിശ്വാസത്തിന് ഭംഗം വരും. അതാണ്, ജുഡീഷ്യറിയെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്, ലാസ്റ്റ് റിസോർട്ടാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള അവസാന പ്രതീക്ഷയാണ് കോടതികൾ. ആ കോടതിയിൽ നിരന്തരമായി ഇതിങ്ങനെ നീണ്ടുപോകുന്നു എന്ന് പറയുന്നത് അവർ തന്നെ പറയാറുണ്ട്, സാധാരണ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയാറുണ്ട്, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ഈക്വൽ ടു ജസ്റ്റിസ് ഡിനൈഡ് ഇല്ലേ? നീണ്ടുപോകുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസ് മാത്രമല്ല, നാട്ടിൽ നടക്കുന്ന പല കേസുകളുടെയും ആ ജുഡീഷ്യൽ പ്രോസസ്സിങ്ങിന് നീണ്ടുപോകുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്ന് വിലയിരുത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഉത്തരവ് ഇടാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടിട്ടുള്ളത്. അതിലെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നത്? അന്വേഷണം നടത്താൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. എന്ത് കാര്യത്തിനാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ RSSൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടതെന്നാണ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ പറഞ്ഞത്. വ്യക്തിപരമായി കണ്ടതാണ്. വ്യക്തിപരമായ എന്താ, അവർ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ? അവർ തമ്മിൽ സംസാരിക്കാൻ എന്ത് കാര്യം പറയാനായിട്ട് 1 മണിക്കൂർ പോയി സംസാരിച്ചത്? 10 ദിവസത്തെ ഇടവേളയിൽ ഇവിടെ രാം മാധവനെയും കണ്ടു തിരുവനന്തപുരത്ത്. RSS നേതാക്കളുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നത്? അതല്ലേ ചോദ്യം. അപ്പോൾ അവരെ രക്ഷിക്കണം, അങ്ങനെ അയച്ച ആളുകളെ സംരക്ഷിക്കണം. ഇപ്പോൾ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൻ്റെ പേരിലാണ് EP ജയരാജനെതിരെ നടപടിയെടുത്തെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.